പനക്കൽ വീട്ടിന്റെ പടിയിറങ്ങുന്ന സുമിത്രയും അമ്പിളിയും മനീഷും. നന്ദന ജോലി ചെയ്യുന്ന ഓഫീസിന്റെ MDയും ജോലിക്കാരും നന്ദനയുടെ സുഖവിവരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നന്ദനയെ കാണാൻ കോവിലകത്തെത്തുന്ന MDയും സഹപ്രവർത്തകരും. നന്ദനയെ കുത്തി മുറിവേൽപ്പിച്ചതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളുമായി മഹേഷ് കോവിലകത്തെത്തുന്നു. തനിക്ക് കിട്ടിയ വിവരങ്ങളുമായി സേതുലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ. ഇനി തുടർന്ന് കാണുക. നന്ദനയുടെ കേസിൽ ഞാൻ ഇടപെടുന്നത് എന്റെ കുട്ടിയായതുകൊണ്ട് മാത്രമല്ല, ആ സംഭവത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നതുകൊണ്ട്, അതിന്റെ ന്യായവും അന്യായവും കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട്. ഞാൻ എന്ത് വേണമെന്നാ മാഡം പറയുന്നത്? അതിനെ ആവർത്തിക്കണോ? നന്ദനെ അറ്റാക്ക് ചെയ്തത് ശവക്കോട്ട ഷാജിയാണെന്ന് എനിക്ക് വിവരം കിട്ടി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പോലീസ് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഷാജി എന്തിനു കുട്ടിയെ ആക്രമിക്കണം? എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? മറ്റൊരാൾക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത് നടത്തിയ കൊട്ടേഷനാ ഇത്. ആ മറ്റൊരാൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. എങ്കിലും ഞാനൊരു സൂചന തരാം. പ്രതാപവർമ്മ. അയാൾ നിങ്ങളുടെ ബന്ധുവല്ലേ? അതുകൊണ്ടാ സൂചന തരാന്ന് പറഞ്ഞത്. ബാക്കി അന്വേഷിക്കേണ്ടത് നിങ്ങളാ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതൊരു പെൺകുട്ടിയുടെ ജീവനുമായി ബന്ധപ്പെട്ട കേസാണ്. ആസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിങ്ങൾ അലേർട്ട് ആവണം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്താൽ എനിക്കിങ്ങോട്ട് വരേണ്ടി വരില്ല. ഓക്കെ, താങ്ക് യു. ജോൺസൺ. സർ. വാ. യെസ് സർ. യെസ്, അതെ. റിയലി? അപ്പോ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ആളത് തന്നെയല്ലേ? അതോ തൽക്കാലം മുഖം രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും പൊക്കിയതാണോ? ശരി ശരി, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിവേ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ഓക്കെ. നന്ദനെ മോളെ, ഞാൻ ഇവിടെ ഉണ്ട് കുഞ്ഞമ്മേ. ആ, ഏയ് വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ കടപ്പുറം പാർട്ടിയില്ലേ, ശവക്കോട്ട ഷാജി, അവനെ അറസ്റ്റ് ചെയ്തു. SI എപ്പം വിളിച്ചത്. കുഞ്ഞമ്മ സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചിട്ട് അധിക സമയമായില്ലല്ലോ. ഞാനത് ഇൻസ്പെക്ടറോട് പറയുമായിരുന്നു. നമ്മുടെ പോലീസ് വിചാരിച്ച ഏത് ക്രിമിനലിനെ പിടികൂടാം. പക്ഷെ വിചാരിക്കണം. അയാൾ തന്നെ ആയിരിക്കോ കുഞ്ഞമ്മേ ഇവിടെ വന്ന് എന്നെ കൊല്ലാൻ നോക്കിയത്? അത് പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണ്. ചോദ്യം ചെയ്യട്ടെ. ഒരു ഇൻഡ്യൂഷൻ പോലെ എനിക്കൊരു കാര്യം തോന്നുന്നു മോളെ. പ്രതാപവർമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്താവാൻ പോവുക. ഇനി അധികകാലം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ കാണിച്ചതല്ല എന്നോടുള്ള കലി കൊണ്ടല്ലേ? ഒന്നോർത്താ അതിന് കാരണം തന്റെ മക്കളോടും ഭാര്യയോടുള്ള സ്നേഹം. സ്വന്തം കുടുംബത്തെ ഒരാൾ അതിര് കടന്ന് സ്നേഹിക്കുന്നത് ഒരു കുറ്റമായിട്ട് കാണുന്നു. ഭാര്യയോടും മക്കളോടുള്ള സ്നേഹം, സ്വന്തം കുടുംബത്തിന്റെ ഭദ്രത എന്നുള്ള വിചാരം, പ്രതാപവർമ്മയുടെ ആ പൊസസീവ്നെസ് വെറും കാവട്ടിയാ. കുടുംബസ്നേഹിയാണെന്ന് അയാൾ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. സത്യത്തിൽ ഇവിടെയുള്ളവരാരും കണ്ട മനുഷ്യനല്ല പ്രതാപവർമ്മ. ഐ നോ വാട്ട് ഇസ് ഹി. ശരിക്കുള്ള പ്രതാപവർമ്മ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
മറ്റാർക്കും ഇതുവരെ അറിയാത്ത കാര്യം. ഇനിയായാലും ആരും അറിയരുത്. ചേച്ചിയുടെ ഭർത്താവിന് ചേരാത്ത നോട്ടവും പെരുമാറ്റവുമായി അയാൾ എന്നെ സമീപിച്ചിട്ടുണ്ട്, വളരെ മോശമായ രീതിയിൽ. അതിനപ്പുറം എനിക്ക് മോളോട് വിവരിക്കാൻ പ്രയാസമുണ്ട്. ഒരു തവണ ഞാൻ അവഗണിച്ചു, ആവർത്തിച്ചപ്പോൾ താക്കീത് ചെയ്തു. സ്വയം തിരിച്ചറിഞ്ഞ് അയാൾ പിന്മാറിയതൊന്നുമല്ല. അനുകൂലമായ അവസരം കിട്ടിയാൽ ചാടി വീഴുന്ന വൃത്തികെട്ട മനസ്സാ. എന്റെ പൊതുപ്രവർത്തനത്തെയും ഒറ്റയ്ക്കുള്ള യാത്രകളെയും എപ്പോഴും അർത്ഥം വെച്ച് വിമർശിക്കുന്നത് നന്ദന ശ്രദ്ധിച്ചു കാണും. അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഈ പറഞ്ഞതാ. അയാളാ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞ് നിന്നെ വകവരുത്താൻ ശ്രമിച്ചത്. വെറുതെ വിടണോ ആ വൃത്തികെട്ടവനെ? പോലീസ് കസ്റ്റഡിയിൽ ഒരുത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ. അവന്റെ നാവിന്മേൽ നിന്നറിയാം പ്രതാപവർമ്മയുടെ ഭാവി എന്താണെന്ന്. സാറേ, ഞാൻ ഇവിടുന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തോളാം. സത്യം പറയിപ്പിക്കാൻ പറ്റും. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നീയല്ലടാ അവളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. നീ പറയില്ല, നിന്നെ കൊണ്ട് പറയിപ്പിക്കള്ള റാസ്കൽ. എത്ര കൊടുത്തിട്ട് ഇവനൊന്നും പറയുന്നില്ലല്ലോ സാറേ. എന്താണ് നിന്റെ പ്രശ്നം? ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ സാറേ സമ്മതിക്കുന്നേ? അപ്പൊ നീയല്ലേ പെണ്ണിനെ കുത്തിയത്? അതിനെ പറ്റി ഒന്നും അറിയില്ല? ഇല്ല സാറേ. രണ്ടു കാലം ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ നീ പറടാ. നീയല്ലേ അവളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്? പറടാ. സത്യം പറടാ. ഞാനാ സാറേ കുത്തിയത്. ആര് പറഞ്ഞിട്ടാണ്? ആര് പറഞ്ഞിട്ടാണ്? പ്രതാപവർമ്മ സാർ പറഞ്ഞിട്ടോ. എത്ര രൂപയായിരുന്നു റേറ്റ്? 1,00,000 രൂപയ്ക്ക് ഉറപ്പിച്ച്. ആള് ചാവാത്തോണ്ട് അഡ്വാൻസ് കിട്ടിയോളൂ. എത്ര രൂപ? 50,000. കൊണ്ടുപോയി ലോക്ക് ചെയ്യവനെ. ഹലോ. ഹലോ, ഞാൻ മഹേഷാണ്. മനസ്സിലായി. ഒരു പ്രധാന വിവരം കിട്ടിയിട്ടുണ്ട്, അതറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. പറയൂ. പോലീസ് കസ്റ്റഡിയിലുള്ള ഷാജി കുറ്റസമ്മതം നടത്തിയതായിട്ടാണ് അറിവ്. അവനാണ് നന്ദനയെ കുത്തിയതെന്നും സമ്മതിച്ചിട്ടുണ്ട്. മഹേഷിന് എങ്ങനെയാ ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടുന്നത്? സ്റ്റേഷനിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തി തരാൻ നമുക്കും ചിലരുണ്ട് ചേച്ചി. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? കേസ് ഒതുക്കി തീർക്കാൻ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നുവെച്ചാ തെളിച്ചു പറ. എനിക്ക് വിവരം കൈമാറിയ പാർട്ടിക്ക് അതിനപ്പുറം കൂടുതലായിട്ടൊന്നും അറിയില്ല. SI അല്ലെങ്കിൽ അതിന് മുകളിൽ നടക്കുന്നൊരു ഗൂഢാലോചനയാണ്. മനസ്സിലായി. നന്ദനയുടെ കേസിന്റെ കാര്യമായതുകൊണ്ടാണ് കിട്ടിയ വിവരം ഉടനെ ഞാൻ ചേച്ചി അറിയിച്ചത്. പണി പറ്റിച്ചവന്മാർ രക്ഷപ്പെടരുതെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എന്തായാലും വിളിച്ചതിന് താങ്ക്സ്. ഞാൻ നോക്കട്ടെ. ഓക്കെ മഹേഷ്. എന്താ ചെയ്തു? മഹേഷാ വിളിച്ചത്. പോലീസ് പിടികൂടിയ ആള് കുറ്റമായിട്ട് പറഞ്ഞുവെന്ന്. അപ്പോ ഇനി കാര്യങ്ങൾ എളുപ്പമാവൂലോ. ഇനി മേലിൽ അവൻ ആരെയും ഉപദ്രവിക്കരുത്. അതിനുള്ള ശിക്ഷ കിട്ടിയാൽ മതി. പക്ഷേ അവനെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടമ്മേ. അതാരാ? എനിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. അതിനനുസരിച്ചുള്ള തെളിവുകൾ പോലീസിന് കൈമാറണം. നിനക്ക് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ പരിചയമുള്ളതല്ലേ? ആ തരത്തിലൊന്ന് ശ്രമിച്ചു നോക്ക്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടണം. അതെ അമ്മേ, ശിക്ഷ കിട്ടണം. അല്ലാതെ ശരിയാവില്ല.
ആഹാ ഇതാരാ? എസ് ഐ സാറ് നമ്മളെയൊക്കെ മറന്ന മട്ടാണല്ലോ. നേതാവല്ലേ ഈ വഴിക്കൊന്നും വരാത്തത്? ഇരിക്കേ. ഇരിക്കെ. തിരക്കാ ജോസ് ഗുരുവിളെ, എന്നും ഓട്ടോ. ഇന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നാളെ ഉച്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സംസ്ഥാന കമ്മിറ്റി ഉണ്ടേ. ഈ തവണ സീറ്റ് നോക്കിയില്ലേ? വരട്ടടോ. നിൽക്കുമ്പോ ഷുവർ സീറ്റിലെ ഞാൻ നിൽക്കൂ. ജയിക്കണം, മന്ത്രിയാവുകയും വേണം. കോട്ടേഴ്സിൽ താൻ തനിച്ചാണല്ലോ. താനെന്താ പിന്നെ ഈ സമയമായിട്ട് ഇങ്ങനെ പച്ചയ്ക്ക്? സന്ധ്യാവന്തനൊന്നും ഇല്ലായിരുന്നു. നോയമ്പാ. ഓ, ഒരു സത്യക്രിസ്ത്യാനി. നോൺ വെജ് ഒക്കെ കഴിക്കും, ജലസേചനം ഇല്ല. നന്നായി. ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കണം. എന്ന് കരുതി അത്യാവശ്യ സ്ഥാനം സ്റ്റോക്ക് ഉണ്ട്, എടുക്കട്ടെ? വിദേശിയ? വേണ്ട വേണ്ട വേണ്ട. ഇവിടെ ഇപ്പൊ മറ്റാരും ഇല്ലല്ലോ. എന്റെ ഇന്നത്തെ പാർട്ടി പ്രവർത്തനം ഇനിയും കഴിഞ്ഞിട്ടില്ല ഗുരുവിളെ. ഞാനിപ്പോഴും ഓൺ ഡ്യൂട്ടിയിലാ. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് രാത്രി എന്നോ പകലെന്നോ ഇല്ല എന്റെ പോലീസുകാരാ. ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോഴേ വന്ന കാര്യം പറയാം. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സമയത്ത് നേതാവ് വന്നപ്പോഴേ തോന്നി. നന്നായി. മറ്റേ കേസ് എന്തായി? കോവിലകത്തെ ഒരു പെങ്കൊച്ചിന്റെ കുത്തുകേസ്. പ്രതിയെ പൊക്കിയല്ലോ, ശവക്കോട്ട ഷാജി. ശരിക്കൊന്ന് ചാർത്തിയപ്പോ കുറ്റമേറ്റു പറഞ്ഞു. അവന്റെ മൊഴി എങ്ങനെ? ഒരു പ്രശ്നമുണ്ട് നേതാവേ. ഷാജി കൊട്ടേഷൻ ഏറ്റെടുത്തേ ഉള്ളൂ. പിന്നിൽ വേറെ ആളുണ്ട്, പ്രതാപവർമ്മ. ആ കോവിലകത്തെ പാർട്ടി തന്നെയാ. നല്ല 4 എണ്ണം കിട്ടിയപ്പോ ഷാജി തന്നെ പറഞ്ഞ കാര്യാ. അപ്പൊ കേസ് എങ്ങനെ പോവും? വർമ്മ കുടുങ്ങും. ശരിക്കും? ആ, അയാളകത്താകും. എന്നാലേ പ്രതാപവർമ്മ കുടുങ്ങരുത്. അയാൾ അകത്താവരുതെന്ന്. അല്ല, അതിപ്പോ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ മൊഴി. എന്തോന്ന് മൊഴി? എസ് ഐ തീരുമാനിക്കുന്നതായിരിക്കണം അവന്റെ മൊഴി. പക്ഷേ കോവിലകത്തെ സേതുലക്ഷ്മി ഇടപെട്ടിട്ടുണ്ട്. അവരുടെ നിർബന്ധം കാരണം ഈ ഷാജിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. നാഷണാലിറ്റി പാർട്ടിയില് സേതുലക്ഷ്മിക്കുള്ള സ്വാധീനം നേതാവിന് അറിയാവുന്നതല്ലേ? സേതുലക്ഷ്മി പോവാൻ പറ. അവൾ ഇന്നലത്തെ മഴയിൽ കിളിർത്ത തകര. എന്റെ പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താന്ന് ജോസ് കുരുവിളയ്ക്ക് അറിയാലോ. അറിയാം. ആ പിടിപാട് വെച്ച് ഞാൻ പറയുവാ, പ്രതാപവർമ്മയെ കേസിൽ ഉൾപ്പെടുത്തരുത്. അറസ്റ്റിലായ ഷാജി കൊലപാതകം എന്നൊരു കാര്യം സ്വപ്നത്തെ പോലും ഉദ്ദേശിച്ചിരുന്നില്ല. കോവിലകത്തെ പെണ്ണിനെ തട്ടിയിട്ട് അവൻ എന്ത് കാര്യം? കവർച്ചാ ശ്രമമാണ് നടന്നത്. അതിനിടയിൽ കൊച്ചിന് കുത്തുകൊണ്ടുപോയി. അങ്ങനെ റിപ്പോർട്ട് വരാൻ പാടുള്ളൂ. പ്രതാപവർമ്മ എന്നൊരു പേര് ശവക്കോട്ട ഷാജി പറഞ്ഞിട്ടില്ല. ഇനി പറയേ അരുത്. അവന് വർമ്മയോട്ട് അറിയൂയില്ല. വെറുതെ വേണ്ട. 100 ഒന്നല്ല, 1 ലക്ഷമാ. 1 ലക്ഷം. ഇതിൽ പൊടിയും കെണിയും വിജിലൻസും ഒന്നുമില്ല. പവിത്രമായ ഇന്ത്യൻ കറൻസിയാ. വാങ്ങിച്ചോ. ഓ, അല്ലേ കൈ തരുന്നില്ല. കൈക്കൂലി ആയാലോ? ദേ, ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ആലോചിക്കാനൊന്നുമില്ലെന്നേ. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു മിനിറ്റേ. ഇങ്ങോട്ട് കേറിപ്പോരെ. നമസ്കാരം ഉണ്ട് സാറേ. വാ വാ വാ, ഇരിക്കും. സാറിക്ക് ഇരിക്കുന്നേ. സാറിന് എന്നെ മനസ്സിലായില്ലേ? അന്ന് കോലോത്ത് വന്നപ്പോ മുറിക്കകത്ത് ഭാര്യ പൂട്ടിയിട്ട. മനസ്സിലായി. കാര്യങ്ങൾ വിശദമായിട്ട് സാറിനോട് സംസാരിച്ചു. വർമ്മ തന്ന തുകയെ ഏൽപ്പിച്ചു. ഇനി ടെൻഷൻ വേണ്ട. മറ്റേ കാര്യം സൂചിപ്പിച്ചോ സാറിനോട്? എന്ത്? ഈ പ്രമോഷന്റെ കാര്യേ. വരട്ടെ, സമയമുണ്ടല്ലോ. ആദ്യം ഈ കാര്യം നടക്കട്ടെ. എന്നാലും ഇപ്പോഴേ നമ്മളൊന്ന് പറഞ്ഞു വെച്ചേക്കാം. മറ്റൊന്നുമല്ല സാറേ, ജോസ് കുരുവിള സാറിനെ പോലെ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറെ സർക്കിൾ ഇൻസ്പെക്ടർ ആവേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അധികം താമസിക്കാതെ സാറ് CA ആകാനുള്ള നടപടിക്രമങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ നേതാവല്ലേ കയ്യിലിരിക്കണത്. എവിടെ പോസ്റ്റിംഗ് വേണമെന്ന് സാറ് പറഞ്ഞാൽ മാത്രം മതി. അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോ നമ്മുടെ ഈ കേസ് ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. നോക്കട്ടെ.
1 ലക്ഷം രൂപ തന്നതുകൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. എന്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് കേസിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി തരണം. നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. മതി. ഇതൊരു ഉറപ്പായിട്ട് ഞാൻ എടുക്കുക അല്ലേ നേതാവേ? അതവിടെ നിൽക്കട്ടെ. എന്റെ ഒരു അറിവിലേക്കായി ഞാൻ ചോദിക്കുക, പ്രതാപവർമ്മ എന്തിനാ ആ കുട്ടിയെ കൊല്ലാൻ ആളെ അയച്ചു? പോലീസായിട്ടല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. നിങ്ങൾ എന്തിനാ നന്ദനെ കൊല്ലാൻ പ്ലാൻ ഇട്ടത്? പറയാനാണെങ്കിൽ അതൊരു കഥയാ സാറേ. വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ആ പെണ്ണിനെ എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാന്ന്. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഞാനേ സാറിനോടൊരു കാര്യം ചോദിക്കാം. സത്യസന്ധമായിട്ട് സാർ അതിനൊരു മറുപടി തരണം. സാറിന്റെ ഭാര്യയ്ക്ക് ഒരു ജാരസന്ധതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മൂത്ത് നോക്കി തോന്നിവാസം പറയുന്നോ? ഞാൻ വെറുതെ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും സാറ് വയലന്റായി. അപ്പൊ അങ്ങനെ ഒരു അനുഭവമുള്ള എന്റെ കാര്യോ? അതെ, എന്റെ ഭാര്യയ്ക്ക് പിഴച്ചുണ്ടായ സന്തതി ആ പെണ്ണ്. എല്ലാം നേരത്തെ പറഞ്ഞു പറഞ്ഞാ ഞാൻ വിദ്യാഭാരതിയെ കെട്ടിയത്. അതിൽ ചതിയൊന്നും ഇല്ലായിരുന്നു സാറേ. അതെ, ഭാര്യയുടെ അമ്മയും അനുജത്തിയും കൂടി ഈയിടെ എന്നോടൊരു ചതി കാണിച്ചു. വിദ്യ പണ്ട് പെറ്റ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു. ഒരു ദത്തെടുപ്പ്. എന്തിനാ? എന്നെ നാണം കെടുത്താൻ. അങ്ങനെ കാർക്കാശിന് വിലയില്ലാത്തവരായിട്ടേ എനിക്ക് ജീവിക്കണ്ട. അതുകൊണ്ടാ ഞാൻ അവളെ വകവരുത്താന്ന് വെച്ചത്. സാറ് പറ, ഞാൻ കാണിച്ചത് മഹാപരാധാണോ? സാറേ, ഒരു മനുഷ്യന്റെ അഭിമാനമല്ലേ ഏറ്റവും വലുത്? അങ്ങനെയല്ലേ നേതാവേ? വർമ്മ പറഞ്ഞതല്ലേ എസ് ഐക്ക് മനസ്സിലായി. സാറേ, ഇനി എന്നെ കേസിൽ നിന്ന് രക്ഷിക്കുമല്ലോ. കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ ഞാൻ തോൽക്കരുത്. സേതുലക്ഷ്മിയുടെ മുമ്പിലും ആ പെണ്ണിന്റെ മുമ്പിലും. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി, നമുക്ക് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞ പോലെ വർമ്മ വാ. സാറേ, എന്നെ കൈവിടരുത്. ശരി നേതാവേ, ഞാൻ ധൈര്യമായിട്ടിരിക്കണം. ഹലോ, ഞാൻ ഉദയനൂരിന്ന്. മനസ്സിലായി. പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തായി കാര്യങ്ങൾ? കേസ് ചാർജ് ചെയ്തു മാഡം. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞില്ലേ? കുറെ റിസ്ക് എടുത്തു അവനെ പിടികൂടാൻ. ശരിക്കും ബലപ്രയോഗം വേണ്ടി വന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെറിയൊരു സ്വീകരണവും കൊടുത്തു. അതിന്റെ ക്ഷീണം തീർത്തിട്ടാ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഒരു പരിധി വിട്ട് ഉപദ്രവിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിലാവരുത്. പിന്നീടത് കുഴപ്പമാവും. അതൊക്കെ ഞാൻ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. മേഡം ഇടപെട്ട കേസല്ലേ, അങ്ങനെ വെറുതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? ഇന്നോ നാളെയോ ശവക്കോട്ടയെ കോടതിയിൽ ഹാജരാക്കും. ആരെ? ശവക്കോട്ട ഷാജിയെ, പ്രതി. ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവൻ എന്താ പറയുന്നത്? നന്ദനെ വകവരുത്താൻ ആരാ ഏർപ്പാടാക്കിയതെന്ന് വ്യക്തമായി പറഞ്ഞോ? സോറി മാഡം, അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പുറത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ട്. വിശദമായിട്ടാണ് ഞാൻ ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. മാഡം മറ്റൊന്നും വിചാരിക്കരുത്. അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരം ലീക്ക് ചെയ്ത് പുറത്തു പോയാൽ അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച അവൻ മാത്രമല്ല, അവനെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നവരും കൊടുക്കും. ഞാൻ ഈ കേസിന്റെ പുറകെ കൂടിയിരിക്കുകയാണെന്ന് താങ്കൾക്കറിയാലോ അല്ലേ? തീർച്ചയായും. ശരി, ഞാൻ വിളിച്ചോളാം.